ഇന്ന് നേരെ മൂത്തമ്മന്റെ വീട്ടിലോട്ടാണ്. കുറെ കാലത്തിന് ശേഷം ഇവരെ രണ്ടുപേരും എന്റെ കൈ കിട്ടും. അങ്ങനെ ഇവരുടെ കൂടെ ഒരു ദിവസം ഒരുമിച്ച് നിൽക്കാന്ന് വിചാരിച്ചു ഞങ്ങൾ നേരെ മൂത്തമ്മന്റെ അടുത്ത്. ഞങ്ങൾ വരുന്ന കാര്യം അവരോട് പറഞ്ഞില്ലട്ടോ. ഞങ്ങൾ അവിടെ എത്തിയപ്പോ മൂത്തച്ഛൻ മാത്രം. അങ്ങനെ മൂത്തമ്മനെ നോക്കി ഞങ്ങൾ വന്നത് മൂത്തമ്മ ഞെട്ടുമെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോ മൂത്തമ്മ നേരത്തെ അറിഞ്ഞിരുന്നു. ഞങ്ങളാരെ സാരല്ല പോട്ടെ. ഞങ്ങൾ മൂന്നുപേരും ഒരുപാട് വിശേഷങ്ങൾ പറയുന്നതിനിടയിൽ മൂത്തമ്മ ഞങ്ങൾ ഓടിച്ചുവിട്ട് കുളിക്കാൻ പറഞ്ഞു. ഇടാനില്ലാത്തതിനെ കൊണ്ട് മൂത്തമ്മന്റെ ഒരു നൈറ്റിയും പിന്നെ തീറ്റിയും തുടങ്ങി. ആ പാഷൻ ഫ്രൂട്ടിനാണെങ്കിൽ അവള് കൊന്നു. കുറെ നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ അവളെ പൊളിച്ചെടുത്തു. ആദ്യം തന്നെ ഗണപതിക്ക് എന്ന് പറയുന്ന പോലെ എനിക്ക് തന്നു. സ്നേഹം കൊണ്ടൊന്നല്ല, അത് പുളിയാണോ മധുരാണോ നോക്കാം. അങ്ങനെ വൈകുന്നേരമായി വിളക്കൊക്കെ കത്തിച്ചു കഴിഞ്ഞ് ഒരിച്ച് ചക്കയും കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ തീറ്റി മാത്രമേ നടക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നും ഞങ്ങളെ കഥയിലേക്ക് പോയി. എനിക്ക് എന്റെ വിശേഷങ്ങൾ പറയാനും അവർക്ക് അവരുടെ വിശേഷങ്ങൾ പറയാനും ഒത്തിരി ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് മൂത്തമ്മ ഒരു മുട്ട പൊരിക്കാനായി ഞങ്ങൾ മൂന്നുപേരെ അടുക്കളയിലേക്ക് കൊണ്ടു. ഞങ്ങൾ മൂന്നുപേരും പാചകത്തിന് പോയാൽ അവിടെ പാചകമല്ല വാചകം മാത്രമേ നടക്കൂ. അങ്ങനെ പാചകം നടക്കുന്നേരം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കലും വഴക്കും എല്ലാം നടക്കുന്നുണ്ട് കേട്ടോ. മൂത്തമ്മ പറയും, ഈ 3 പെണ്ണുങ്ങളെയും കൊണ്ട് ഞാൻ തോറ്റല്ലോ എന്ന്. അങ്ങനെ മുട്ടെല്ലാം പൊരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ചായ കുടിക്കാനിരുന്നു. ഇത്രയുള്ളൂ കേട്ടോ ഞങ്ങൾ ചെറിയൊരു ദിവസം. ഇത്രയുള്ളൂ. ശരി എന്നാ.